അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 11 ശനിയാഴ്ച. മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിന് ED സമൻസ് അയച്ചതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്ത്. ലൈഫ് മിഷൻ കേസിൽ 2023 ED സമൻസ് അയച്ചത്. എന്നാൽ വിവേക് സമൻസിന് ഹാജരായില്ലെന്നാണ് വിവരം. ക്ലിഫ് ഹൌസ് വിലാസത്തിലാണ് സമൻസ് അയച്ചിരുന്നത്. അതേസമയം വിഷയത്തിൽ EDയുടെ തുടർ നടപടി ഉണ്ടായില്ലെന്നാണ് വിവരം. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് നൽകിയ വിവരം രഹസ്യമാക്കി വെച്ചതിൽ ദുരൂഹതയുണ്ടെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആരോപിച്ചു. EDയും CPMും ഈ വിവരം പൂഴ്ത്തിവെച്ചത് നിരവധി സംശയങ്ങൾക്കിടയാക്കുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകന് ED നോട്ടീസ് നൽകിയതിന് പിന്നാലെയാണ് RSS നേതാവിനെ ADGP ആയിരുന്ന MR അജിത് കുമാർ പോയി കണ്ടതെന്ന ആരോപണവുമായി VD സതീശൻ. മകന് നോട്ടീസ് നൽകിയത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും മുഖ്യമന്ത്രിയും എന്തുകൊണ്ട് 2 വർഷം മറച്ചുവെച്ചുവെന്നും അദ്ദേഹം ചോദിച്ചു. ഒന്നും മറക്കാനില്ലെന്നും എല്ലാ സത്യവും പുറത്തുവരട്ടെയെന്നും ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. ഒരാളെയും സംരക്ഷിക്കാൻ ദേവസ്വം ബോർഡില്ലെന്നും നടപടികൾ അടുത്ത യോഗത്തിൽ ആലോചിക്കുമെന്നും നടപടി മുരാരി ബാബുവിൽ മാത്രം ഒതുങ്ങില്ലെന്നും പ്രശാന്ത് വ്യക്തമാക്കി. പെൻഷൻ ഉൾപ്പെടെ തടയുന്നത് ആലോചിക്കുമെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി കള്ളനാണെന്നും PS പ്രശാന്ത് പറഞ്ഞു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തട്ടിപ്പിന്റെ വ്യാപ്തി ഇനിയും വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് സൂചന. മോഷണം പോയ സ്വർണത്തിന്റെ യഥാർത്ഥ അളവിൽ ദേവസ്വം വിജിലൻസ് സംശയം രേഖപ്പെടുത്തി. വിജിലൻസിന്റെ റിപ്പോർട്ടും മൊഴികളും അനുസരിച്ച് സ്വർണം ഉരുക്കി കിട്ടിയത് 989 ഗ്രാം ആണെന്ന കണക്ക് നൽകിയത് സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനമാണ്. എന്നാൽ ഇതിലും കൂടുതൽ സ്വർണം ഉണ്ടായിരുന്നുവോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താനാണ് വിജിലൻസിന്റെ നീക്കം. ഈ പശ്ചാത്തലത്തിൽ സ്വർണ്ണപ്പാളിയുടെ ശാസ്ത്രീയ പരിശോധന ആവശ്യമായി വരുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്യും. തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തോ പമ്പയിലോ കേസെടുക്കും. ദേവസ്വം കമ്മീഷണർ സുനിൽകുമാർ നൽകിയ പരാതിയിലാണ് കേസെടുക്കുക. കവർച്ച, ഗൂഢാലോചന, വിശ്വാസവഞ്ചന അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തും. ഉണ്ണികൃഷ്ണൻ പോറ്റിയും സഹായികളും 9 ഉദ്യോഗസ്ഥരും പ്രതികളാകും. വടകര MP ഷാഫി പറമ്പിലിന് പോലീസ് മർദ്ദനമേറ്റ സംഭവത്തിൽ ലോക്സഭാ സ്പീക്കർക്ക് പരാതി നൽകി യൂത്ത് കോൺഗ്രസ്. ഷാഫിക്ക് മതിയായ സുരക്ഷ ഒരുക്കാൻ നിർദ്ദേശിക്കണമെന്നും കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് നിർദ്ദേശിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പരാതി. മുൻ ദേശീയ കോർഡിനേറ്റർ വിനീത് തോമസാണ് പരാതി നൽകിയത്. പേരാമ്പ്ര സംഘർഷത്തിൽ ഷാഫി പറമ്പിൽ MPക്ക് നേരെ ലാത്തി ചാർജ് നടത്തിയിട്ടില്ലെന്ന SPയുടെ വാദം പൊളിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ഷാഫിയെ ലാത്തി കൊണ്ട് പോലീസ് അടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. പോലീസ് ലാത്തി വീശിയില്ലെന്നും പ്രകോപിതരായ UDF പ്രവർത്തകരെ പിരിച്ചുവിടാൻ കണ്ണീർ വാതകമാണ് പ്രയോഗിച്ചതെന്നുമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇന്നലെയുണ്ടായ വിശദീകരണം. പിന്നിൽ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് ഷാഫിക്ക് നേരെ ലാത്തി വീശുന്നതെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. ഷാഫിയുടെ തലയുടെ ഒരു ഭാഗത്ത് മൂക്കിനും പരിക്കേറ്റിരുന്നു. ഷാഫിയെ പോലീസ് തല്ലിയതല്ലെന്നും ഇതെല്ലാം ഷോ മാത്രമാണെന്നും ചില ഇടതു നേതാക്കൾ ഇന്നലെ പ്രതികരിച്ചിരുന്നു. ഇടത് സമൂഹ മാധ്യമ ഹാൻഡിലുകളും ഷാഫി നടത്തുന്നത് നാടകമാണെന്ന് ആക്ഷേപം ഉയർത്തിയിരുന്നു. ഷാഫി പറമ്പിൽ MPക്കെതിരായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധം രൂക്ഷം. കോഴിക്കോട് IG ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. പോലീസും പ്രവർത്തകരുമായി ഉന്തും തള്ളുമുണ്ടായി. പോലീസിനെതിരെ മുദ്രാവാക്യം വിളികളുമായിട്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ എത്തിയത്. സ്ഥലത്ത് വൻ പോലീസ് സന്നാഹത്തെയാണ് വിന്യസിച്ചിരിക്കുന്നത്. പേരാമ്പ്രയിൽ UDF പ്രകടനത്തിനിടെ ഷാഫി പറമ്പിൽ MPക്ക് നേരെ നടന്ന ആക്രമണം ആസൂത്രിതമാണെന്നും CPM ഗൂഢാലോചന നടത്തിയതാണെന്നും മുൻ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആരോപിച്ചു. ഷാഫി പറമ്പിൽ MPക്ക് ജനങ്ങൾക്കിടയിലുള്ള ജനസമ്മതി CPMനെ ഭയപ്പെടുത്തുന്നു എന്നതിന്റെ തെളിവാണ് ഈ ആക്രമണമെന്നും കൂടാതെ സർക്കാരിനെതിരെയുള്ള സ്വർണ്ണപ്പാളി വിവാദം മറച്ചുവെക്കാനുള്ള ശ്രമമാണ് ഇത്തരം ആരോപണങ്ങൾക്ക് പിന്നിലെന്നും അദ്ദേഹം ആരോപിച്ചു. പേരാമ്പ്ര സംഘർഷത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന ഷാഫി പറമ്പിൽ MPയെ സന്ദർശിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ റൂറൽ SP ബൈജുവിനെതിരെ രൂക്ഷഭാഷയിൽ പ്രതികരിച്ചു.
CPM-ന് വേണ്ടി ബൈജു പണിയെടുക്കേണ്ടെന്ന് പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ ബൈജു റൂറൽ SP-യുടെ പണി ചെയ്താൽ മതിയെന്നും കൂട്ടിച്ചേർത്തു. റൂറൽ SP ബൈജു ക്രിമിനലാണെന്നും CPM-ന് വേണ്ടിയാണ് ഷാഫിയെ മർദ്ദിച്ചതെന്നും രാഹുൽ ആരോപിച്ചു. പേരാമ്പ്രയിൽ നടന്ന സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഷാഫി പറമ്പിൽ MP ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ കേസെടുത്ത് പോലീസ്. ഷാഫി പറമ്പിൽ, കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ തുടങ്ങിയ നേതാക്കൾ ഉൾപ്പെടെ 692 പേർക്കെതിരെയാണ് കേസ്. പോലീസിനെ ആക്രമിച്ചെന്നാണ് FIR-ലുള്ളത്. LDF പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. കണ്ടാലറിയാവുന്ന 492 പേർക്കെതിരെയാണ് കേസ്. കൊച്ചി വാട്ടർ മെട്രോയുടെ പുതിയ 2 ടെർമിനലുകളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. കൊച്ചി വാട്ടർ മെട്രോ ലോകശ്രദ്ധ ആകർഷിച്ചെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിദേശ രാഷ്ട്രങ്ങൾ വാട്ടർ മെട്രോ നടപ്പിലാക്കാൻ കേരളത്തെ സമീപിച്ചുവെന്നും പ്രാദേശിക വികസനത്തിൽ കൊച്ചി വാട്ടർ മെട്രോ വലിയ സംഭാവന നൽകുന്നുവെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. നമ്മുടെ നാട്ടിൽ ഒരു കാലത്തും നടക്കില്ല, ഇങ്ങനെയായിപ്പോയി ഈ നാട് എന്ന് പൊതുജനങ്ങൾ കരുതിയ പല വികസന പദ്ധതികളും നടപ്പിലായെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ആഘോഷമായി ഫ്ളാഗ് ഓഫ് കഴിഞ്ഞിട്ടും നിരത്തിലിറങ്ങാതെ MVDയുടെ പുതിയ വാഹനങ്ങൾ. ഓഫീസുകൾക്ക് അനുവദിച്ച വാഹനങ്ങളുടെ പട്ടികയിൽ ഗതാഗത മന്ത്രിയുടെ ഓഫീസ് മാറ്റം നിർദ്ദേശിച്ചതാണ് കാരണം. ഇന്നലെ 52 പുതിയ വാഹനങ്ങളാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. 2 തവണയാണ് MVDയുടെ പുതിയ വാഹനങ്ങൾ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതിനായുള്ള പരിപാടികൾ നടന്നത്. വിദ്യാർത്ഥിനിക്കെതിരെ KSRTC ബസ്സിൽ അതിക്രമം നടത്തിയ ബസ് കണ്ടക്ടർ പോലീസ് കസ്റ്റഡിയിൽ. പെൺകുട്ടിയുടെ പരാതിയിൽ ഒറ്റപ്പാലം പോലീസ് കേസെടുത്തു. ഇന്നലെ രാത്രി കോയമ്പത്തൂരിൽ നിന്നും ഗുരുവായൂരിലേക്ക് പോകുന്ന KSRTC ബസ്സിലാണ് സംഭവം. രാത്രി 7:30യോടെയാണ് സംഭവം നടന്നത്. കണ്ടക്ടർ പെൺകുട്ടിയുടെ അടുത്ത് വന്നിരുന്ന് അതിക്രമം നടത്തുകയായിരുന്നു. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. പത്തനംതിട്ടയിൽ 61-കാരിയെ തീകൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാര്യ സുമയ്യയെ ഇതിന് പ്രേരിപ്പിച്ചത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് പോലീസ് കണ്ടെത്തി. ഓഹരി ട്രേഡിംഗിലൂടെ സുമയ്യയ്ക്ക് 40 ലക്ഷത്തിലേറെ നഷ്ടമുണ്ടായി. ഇത് തീർക്കാനായി ഓൺലൈൻ ആപ്പുകളിൽ നിന്ന് വായ്പയെടുത്തുവെന്നും പോലീസ് കണ്ടെത്തി. പാലക്കാട് ശ്രീകൃഷ്ണപുരത്ത് യുവതിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഭർത്താവ് അറസ്റ്റിൽ. കായംകുളം സ്വദേശി ദീക്ഷിതിന്റെ ഭാര്യ വൈഷ്ണവിയാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവ് ദീക്ഷിതിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതായി പോലീസ് അറിയിച്ചു. വൈഷ്ണവിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. കൃഷിയിടത്തിലെ പന്നിശല്യത്തിന് വേഗത്തിൽ പരിഹാരമുണ്ടാക്കാൻ കൊല്ലുന്ന പന്നിയെ തിന്നാൻ അനുവദിച്ചാൽ മതിയെന്ന് മന്ത്രി P. പ്രസാദ്. വന്യമൃഗങ്ങളിൽ നിന്ന് കൃഷിയിടങ്ങൾ സംരക്ഷിക്കാനായി പാലമേൽ പഞ്ചായത്ത് നടപ്പാക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടന വേദിയിലായിരുന്നു മന്ത്രിയുടെ പരാമർശം. കേന്ദ്ര നിയമം അതിന് അനുവദിക്കുന്നില്ലെന്നും കൊന്നു തിന്നാൻ അനുവദിച്ചാൽ പന്നിശല്യത്തിന് വേഗത്തിൽ പരിഹാരമാകുമെന്നും പന്നി വംശനാശം നേരിടുന്ന വിഭാഗമല്ലല്ലോ എന്നും മന്ത്രി P. പ്രസാദ് പറഞ്ഞു. കോട്ടയത്ത് എലിപ്പനി ബാധിച്ച് 10ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു. SH മൗണ്ട് സ്വദേശി ശ്യാം C. ജോസഫിന്റെ മകൻ ലെനൻ C. ശ്യാമാണ് മരിച്ചത്. പനി ബാധിച്ച് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്ന് രാവിലെ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. സംസ്ഥാനത്ത് ഇപ്പോൾ നടക്കുന്നത് ഉരുക്കിയതും ചുരണ്ടിയതും തേടിയുള്ള അന്വേഷണമാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. സംസ്ഥാന സർക്കാർ ജനങ്ങൾക്കായി ഒന്നും ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, അടിച്ചുമാറ്റൽ ഒരു വശത്തുകൂടി യഥേഷ്ടം നടക്കുന്നുണ്ടെന്നും പാലക്കാട് നഗരസഭയിലെ 6 പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞു. കൺഗ്രാചുലേഷൻസ്. മിടുക്കിയാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. ചെലവ് എത്രയാന്ന്? KSFയുടെ പുതിയ ഹാർമണി ചിട്ടി ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര. രാജ്യത്ത് മുസ്ലിം ജനസംഖ്യ വർദ്ധിച്ചെന്നും ഹിന്ദു ജനസംഖ്യ കുറഞ്ഞെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. രാജ്യത്ത് മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കാൻ കാരണം പ്രത്യുൽപാദന നിരക്ക് വർദ്ധിച്ചതല്ലെന്നും നുഴഞ്ഞുകയറ്റമാണെന്നും അമിത് ഷാ വ്യക്തമാക്കി. ഹിന്ദു ജനസംഖ്യ 4.5% കുറഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു. ദില്ലിയിൽ ദൈനിക് ജാഗരൺ സംഘടിപ്പിച്ച നുഴഞ്ഞുകയറ്റം, ജനസംഖ്യാപരമായ മാറ്റം, ജനാധിപത്യം എന്ന വിഷയത്തിൽ സംസാരിക്കവെയാണ് അമിത് ഷാ ഇക്കാര്യം പറഞ്ഞത്. 3 മക്കളെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷം അച്ഛൻ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി. മദ്യലഹരിയിലായിരുന്നു കൊലപാതകമെന്ന് പോലീസ് പറഞ്ഞു. തമിഴ്നാട്ടിലെ തഞ്ചാവൂരിലാണ് നടുക്കുന്ന സംഭവം നടന്നത്. തൃത്താലൂർ സ്വദേശി S. വിനോദ് കുമാറാണ് മക്കളെ കൊലപ്പെടുത്തിയത്. മധുരയിൽ നിന്ന് 76 യാത്രക്കാരുമായി
ചെന്നൈക്ക് പോയ ഇൻഡിഗോ വിമാനത്തിൽ ലാൻഡ് ചെയ്യുന്നതിന് തൊട്ടുമുൻപ് വിൻഷീൽഡിൽ വിള്ളൽ കണ്ടെത്തി. വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തതിനാൽ യാത്രക്കാർ സുരക്ഷിതരാണ്. ചെന്നൈയിൽ നിന്ന് മധുരയിലേക്കുള്ള വിമാനത്തിന്റെ സർവീസ് ഈ തകരാറിനെ തുടർന്ന് റദ്ദാക്കി. ബീഹാർ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജന ഫോർമുല പ്രഖ്യാപിക്കാൻ NDA ഇന്ന് വൈകിട്ടോ നാളെയോ പ്രഖ്യാപിക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ ദിലീപ് ജയ്സ്വാൾ വ്യക്തമാക്കി. ചിരാഗ് പാസ്വാനെയും അനുനയിപ്പിച്ചെന്ന് BJP അറിയിച്ചിട്ടുണ്ട്. 26 സീറ്റ് വരെ ചിരാഗിന് നൽകാൻ ധാരണയായിട്ടുണ്ട്. മോദി ഉള്ളിടത്തോളം തനിക്ക് ഭയമില്ലെന്നാണ് ചിരാഗ് പാസ്വാന്റെ പ്രതികരണം. ആവർത്തിച്ചുള്ള വൈദ്യുത തകരാറുകൾ ചൂണ്ടിക്കാട്ടി എല്ലാ എയർ ഇന്ത്യ ബോയിംഗ് 787 വിമാനങ്ങളും ഉടൻ നിലത്തിറക്കണമെന്നാവശ്യപ്പെട്ട് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ പൈലറ്റ് സിവിൽ ഏവിയേഷൻ മന്ത്രി കിഞ്ചരപ്പു റാം മോഹൻ നായിഡുവിന് കത്തെഴുതി. ഇന്നത്തെ വിയന്ന ദില്ലി വിമാനം ഓട്ടോ പൈലറ്റ് സിസ്റ്റം തകരാറുകളെ തുടർന്ന് ദുബായിലേക്ക് തിരിച്ചുവിട്ടതിനെ തുടർന്ന് പ്രത്യേക DGCA ഓഡിറ്റും ആവശ്യപ്പെട്ടിട്ടുണ്ട്. താലിബാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താഖിയുടെ വാർത്താ സമ്മേളനത്തിന് വിളിക്കാത്തതിൽ കേന്ദ്ര സർക്കാരിനെ പ്രതിഷേധമറിയിച്ച് വനിതാ മാധ്യമപ്രവർത്തകർ. അഫ്ഗാൻ മന്ത്രിയുടെ ദില്ലിയിലെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് വനിതാ മാധ്യമപ്രവർത്തകരെ വിലക്കിയ സംഭവം ഞെട്ടിക്കുന്ന നടപടിയെന്ന് മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് MPയുമായ P. ചിദംബരം പ്രതികരിച്ചു. പ്രതിഷേധിച്ച് പുരുഷ മാധ്യമപ്രവർത്തകർ ഇറങ്ങിപ്പോകണമായിരുന്നുവെന്നും ചിദംബരം പറഞ്ഞു. പാക് പോലീസ് പരിശീലന കേന്ദ്രത്തിലുണ്ടായ ചാവേർ ആക്രമണത്തിൽ 7 പോലീസുകാരും 6 തീവ്രവാദികളും കൊല്ലപ്പെട്ടു. വടക്കു പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിലെ പോലീസ് പരിശീലന കേന്ദ്രത്തിലാണ് സംഭവം. ഇന്നലെ രാത്രി തുടങ്ങിയ ഏറ്റുമുട്ടൽ മണിക്കൂറുകളോളം നീണ്ടുനിന്നു. ഇന്ന് 6 പോലീസുകാർ കൂടി മരിച്ചെന്ന് സ്ഥിരീകരിച്ചതോടെയാണ് മരണസംഖ്യ ഉയർന്നത്. അമേരിക്കൻ സൈന്യത്തിന്റെ സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്ന പ്ലാന്റിലുണ്ടായ സ്ഫോടനത്തിൽ 18 പേരെ കാണാതായി. ടെന്നസിയിലെ ഗ്രാമീണ മേഖലയിൽ പ്രവർത്തിക്കുന്ന അമേരിക്കൻ സൈന്യത്തിന്റെ ആയുധപുരയിലാണ് സ്ഫോടനമുണ്ടായത്. US സൈന്യത്തിനായുള്ള സ്ഫോടക വസ്തുക്കളും വെടിക്കോപ്പുകളും നിർമ്മിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യുന്ന 8 കെട്ടിടങ്ങളുള്ള അക്യുറേറ്റ് എനർജറ്റിക് സിസ്റ്റത്തിലാണ് സ്ഫോടനം. 15 മൈലുകൾ വരെ ദൂരത്തിൽ സ്ഫോടനത്തിന്റെ പ്രകമ്പനം അനുഭവപ്പെട്ടതായി, സ്ഫോടനത്തെ തുടർന്ന് അവശിഷ്ടങ്ങൾ വളരെ ദൂരേക്ക് തെറിച്ചുവെന്നും റിപ്പോർട്ടുകളിലൂടെ സൂചന ലഭിക്കുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആരോഗ്യനില അസാധാരണമെന്ന് വൈറ്റ് ഹൌസ്. ട്രംപിന്റെ ഹൃദയാരോഗ്യം അസാധാരണമാണെന്ന് കണ്ടെത്തിയതായി US പ്രസിഡന്റിന്റെ ഡോക്ടർ അറിയിച്ചു. ട്രംപിന്റെ കാർഡിയാക് പ്രായം യഥാർത്ഥ പ്രായത്തേക്കാൾ 14 വയസ്സ് കുറവാണെന്ന് ഡോക്ടറുടെ റിപ്പോർട്ട് ഉദ്ധരിച്ച് വൈറ്റ് ഹൌസ് അറിയിച്ചു. ഈ വർഷത്തെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കാത്തതിൽ പ്രതികരിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അവാർഡ് ജേതാവായ വെനിസ്വേലൻ പ്രതിപക്ഷ നേതാവ് മരിയ കൊറീന മച്ചാഡോയ്ക്ക് നിരവധി തവണ സഹായം നൽകിയിട്ടുണ്ടെന്നും തന്നോടുള്ള ബഹുമാനാർത്ഥം താനിത് അർഹിക്കുന്നത് കൊണ്ടാണ് സമാധാന നോബൽ സ്വീകരിക്കുന്നതെന്ന് മരിയ കൊറീന മച്ചാഡോ തന്നെ വിളിച്ചു പറഞ്ഞുവെന്നും ട്രംപ് അവകാശപ്പെട്ടു. ഇന്ത്യൻ സന്ദർശനത്തിനിടെ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകി അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖി. അതിർത്തി കടന്നുള്ള പാകിസ്ഥാന്റെ കളി അവസാനിപ്പിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. അഫ്ഗാനിസ്ഥാനെ അധികം പ്രകോപിപ്പിക്കരുതെന്നും അങ്ങനെ ചെയ്താൽ ബ്രിട്ടീഷുകാരോടോ അല്ലെങ്കിൽ അമേരിക്കക്കാരോടോ ചോദിച്ചാൽ അഫ്ഗാനിസ്ഥാനുമായി അത്തരം കളികൾ കളിക്കുന്നത് നല്ലതല്ലെന്ന് അവർ വിശദീകരിക്കുമെന്നും ഞങ്ങൾക്ക് നയതന്ത്ര പാത വേണമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ചൈനയ്ക്ക് മേൽ അധിക തീരുവ പ്രഖ്യാപിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നവംബർ 1 മുതൽ 100% അധിക നികുതിയാണ് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തിയിരിക്കുന്നത്. ഇതിനു പുറമെ സോഫ്റ്റ്വെയർ കയറ്റുമതികളിലും നിയന്ത്രണം ഏർപ്പെടുത്താനാണ് തീരുമാനം. ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ചൈനയ്ക്ക് മേൽ അധിക നികുതി ചുമത്തിയ വിവരം ട്രംപ് വ്യക്തമാക്കുന്നത്. കയറ്റുമതിക്കുള്ള നിയമങ്ങൾ കർശനമാക്കാനുള്ള ചൈനീസ് തീരുമാനത്തിനെതിരെയാണ് USന്റെ തീരുവ ചുമത്തൽ. അമേരിക്കയിൽ ധനപ്രതിസന്ധിയെ തുടർന്നുള്ള ഷട്ട് ഡൌൺ 10ാം ദിവസത്തിലെത്തിയതിന് പിന്നാലെ ഫെഡറൽ ജീവനക്കാരെ ഔദ്യോഗികമായി പിരിച്ചുവിടാൻ ആരംഭിച്ച് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം. റിഡക്ഷൻ ഇൻ ഫോഴ്സ് ആരംഭിച്ചതായി ഓഫീസ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ബജറ്റ് ഡയറക്ടർ റസൽ വോട്ട് സാമൂഹിക മാധ്യമമായ എക്സിൽ കുറിച്ചു. വെസ്റ്റ് ഇൻഡീസിനെതിരായ 2ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ 5-ന് 518 റൺസ് എന്ന നിലയിൽ 1ാം ഇന്നിംഗ്സ് ക്ലിയർ ചെയ്തു. 2 വിക്കറ്റ് നഷ്ടത്തിൽ 318 റൺസ് എന്ന നിലയിൽ 2ാം ദിനം ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യയ്ക്ക് ആദ്യ സെഷനിൽ തന്നെ ഇരട്ട സെഞ്ചുറിയിലേക്ക് മുന്നേറുകയായിരുന്ന യശസ്വി ജയ്സ്വാൾ 175 റൺസ് എടുത്ത് പുറത്തായി.
ശുഭ്മാൻ ഗിൽ 129 റൺസ് എടുത്ത് പുറത്താക്കാതെ നിന്നു. നിതീഷ് കുമാർ റെഡ്ഡി 43 ധ്രുവ് ജുറൈൽ 44 റൺസ് എടുത്തും പുറത്തായി. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.